മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗങ്ങൾ അബദ്ധമായ ചിന്തയുമായി നടക്കുകയാണ് ചെയർമാനെ പുറത്താക്കുകയോ തിരുത്തുകയോ വേണമെന്നും കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 15 അംഗങ്ങളിൽ 9 പേരാണ് ചെയർമാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതിന് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രൂക്ഷമായ ഈ വിമർശനത്തിൽ നിന്ന് വ്യക്തമാക്കുകയാണ് ഈ ഒരു അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളും അതേപോലെ തന്നെ ചെയർമാൻ രഞ്ജിത്തുമായി വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിത്ത് ഫെസ്റ്റിവൽ കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരുന്നു. അതിൽ തീർച്ചയായും ഇത് വ്യക്തമാക്കിയ കാര്യമാണ്. രാജി വാർത്ത പൂർണ്ണമായും നിഷേധിക്കുന്നു, രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും രഞ്ജിത്ത് അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തി അദ്ദേഹം ഇത് വ്യക്തമാക്കിയിരുന്നു. ഇതൊന്നും എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഉള്ള കുക്കു പരമേശ്വരനെ പരിഗണിക്കുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വാർത്തകളൊക്കെ വ്യാജമാണെന്നും തനിക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല എന്നുമാണ് ഇന്ന് രഞ്ജിത്ത് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടി, ഈ ഒരു യോഗം കഴിഞ്ഞ ദിവസം സമാന്തര യോഗം ചേർന്നു എന്നുള്ളത് തെറ്റായ വാർത്തയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതികരണവുമായി ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് വന്നത്. അത് കാര്യം ചെയർമാനോടുള്ള ആ ഒരു ഭിന്നത ഉളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയത്. ചെയർമാൻ ഒറ്റയ്ക്കാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് കുക്കു പരമേശ്വരനെ വിളിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ യോഗത്തിൽ പലരും പങ്കെടുത്തിട്ടില്ല എന്നുള്ള ചെയർമാന്റെ വാദത്തിനെതിരെയും അവർ പറഞ്ഞിട്ടുണ്ട്. പത്രസമ്മേളനം നടക്കുന്നതിന് മുമ്പേ തന്നെ അവരോട് പോലും വിളിച്ച് സംസാരിച്ചിരുന്നില്ല. ചെയർമാന്റെ മാടമ്പിത്തരത്തിന് എതിരായാണ് സംസാരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ചെയർമാനെ പുറത്താക്കണം അല്ലെങ്കിൽ തിരുത്തണം എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. ചെയർമാൻ വിവരക്കേടും അസംബന്ധമായ കാര്യങ്ങളാണ് വിളിച്ചു പറയുന്ന അടക്കമുള്ള പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജനറൽ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ഈ ചെയർമാനെ അവർക്ക് താല്പര്യമില്ല. അക്കാദമി അംഗങ്ങളോടൊക്കെയും പുച്ഛമായാണ് പെരുമാറുന്നത്. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യമാണ്. വലിയ രീതിയിലുള്ള ഭിന്നതയാണ് ഈ IFFKയുടെ അവസാന ദിനത്തിൽ പോലും ഈ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും ഈ വിഷയത്തിൽ രഞ്ജിത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ശരിയല്ല, അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് ഇപ്പോൾ അംഗങ്ങളൊക്കെയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഭിന്നത വ്യക്തമാണെന്ന് ഈ വിഷയത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ആതിര. ശരി വിഷ്ണു, രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗങ്ങൾ അബദ്ധമായ ചിന്തയുമായി നടക്കുകയാണ്. ചെയർമാനെ പുറത്താക്കുകയോ തിരുത്തുകയോ വേണമെന്നും കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 15 അംഗങ്ങളിൽ 9 പേരാണ് ചെയർമാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.